ഹലോ മക്കേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. എൻ്റെ പൊന്നു മക്കളെ, നമ്മളെ എക്സാമുകളൊക്കെ തുടങ്ങി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് വരാനിരിക്കുന്ന എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മാത്സിൻ്റെ എക്സാം, അത് കഴിഞ്ഞാൽ ഹിന്ദി എക്സാം, പിന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളെ ഫിസിക്സിൻ്റെ എക്സാം വരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ മക്കളെ, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാൻ, ഇനി കുറച്ച് ദിവസങ്ങളുണ്ട്. ആ ദിവസത്തിനുള്ളിൽ മാത്സ് മാത്രം പഠിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ മനസ്സൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇടയ്ക്ക് അതേപോലെ തന്നെ ഹിന്ദിയും അതേപോലെ തന്നെ ഫിസിക്സിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അങ്ങനെ ആ ഒരു മാത്സ് പഠിച്ചു നിൽക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫിസിക്സിൻ്റെ ഒരു ചെറിയൊരു ടെക്നിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിസിക്സ് ഈസി മെത്തേഡിലൂടെ ഒരു 4 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. വെറുതെ ഒരൊറ്റ തവണ നിങ്ങൾ കണ്ടാൽ മതി. ആ 4 മാർക്കിൻ്റെ ചോദ്യം ഇതുവരെ പഠിക്കാത്ത ഒരാൾക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ എല്ലാവരും ആവാഹിച്ചെടുക്കുകയാണ്. മാക്സിമം ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന വാക്കുകളിലേക്കും സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. വരാനിരിക്കുന്ന എക്സാമുകളെല്ലാം നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ എടാ, ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. എന്താണ് ഫിസിക്സിലുള്ള ഒരു ഈസി മെത്തേഡാണ് ഫിസിക്സ് ഈസി മെത്തേഡ്. കമോൺ. അപ്പോൾ എന്താണ്, നമുക്ക് ആ ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. പല ആളുകളും സാറേ ഞങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും, കുറേ കുട്ടികൾ സാറേ ഞങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരുപാട് കുട്ടികൾ എനിക്ക് എന്ത് ചെയ്തു, പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പ്രോബ്ലം സെലക്ട് ചെയ്ത്. പിന്നെ എന്ന് പറഞ്ഞാൽ മാത്സിൻ്റെ പരീക്ഷ, അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഫിസിക്സ് പഠിക്കില്ല എന്ന് എനിക്കറിയാം. എങ്കിലും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒറ്റ തവണ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു 4 മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ശ്രദ്ധിക്കൂലേ? എനിക്കറിയാം നിങ്ങൾ ശ്രദ്ധിക്കും, നല്ല കുട്ടികൾ, അടിപൊളിയാണ് നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, ചോദ്യം വായിക്കണം. എപ്പോഴും ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരു തവണ ചോദ്യം വായിക്കണത്. വായിച്ചോളൂ. എന്താണ് നമ്മളെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത്? ഇൻ എ ഹൗസ്, അല്ലേ, ഒരു ഹൗസിൽ 5 CFL ലാമ്പുകൾ, 20 വാട്ടിൻ്റെ 5 CFL ലാമ്പുകൾ തന്നിട്ടുണ്ട്. അത് 4 മണിക്കൂർ വർക്ക് ചെയ്യുന്നു അല്ലേ. ഇനി 4 ഫാനുകളോ, അതിൻ്റെ 60 വാട്ട് പവറാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് 5 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. ഇനി TVയോ, നമുക്ക് ഇഷ്ടപ്പെട്ട TV 100 വാട്ടിൻ്റെ TV എന്ത് ചെയ്തു, 4 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. സാധാരണ ഇത് 4 മണിക്കൂറൊന്നും അവരെ TV വർക്ക് ചെയ്യുക അല്ലേ. പക്ഷെ ഇപ്പം പരീക്ഷ ആയതുകൊണ്ട് വളരെ കുറവായിരിക്കും, എനിക്കറിയാം. ഇനി അങ്ങനെയെങ്കിൽ എന്താണ്, നമ്മളെ വാട്ടവർ മീറ്ററിനകത്ത് എത്ര എനർജി കൺസ്യൂം ചെയ്തു എന്നുള്ളത് കണ്ടെത്തണം. ഇതാണ് നമ്മളെ ചോദ്യം അല്ലേ. ചോദ്യം എല്ലാവരും ഒരൊറ്റ തവണ വായിക്കണം. എന്താണ്, ഒരു വീട്ടിൽ 20 വാട്ടിൻ്റെ 5 CFL ലാമ്പുകൾ 4 മണിക്കൂർ വീതവും, 60 വാട്ടിൻ്റെ 4 ഫാനുകൾ 5 മണിക്കൂർ വീതവും, 100 വാട്ടിൻ്റെ എന്താണ് ഒരു TV 4 മണിക്കൂർ വീതവും പ്രവർത്തിക്കുന്നു എങ്കിൽ ഒരു ദിവസം വാട്ടവർ മീറ്ററിൽ എത്ര യൂണിറ്റ് ഉപയോഗം അല്ലെങ്കിൽ എത്ര യൂണിറ്റ് എനർജി ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ രേഖപ്പെടുത്തി എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. നിങ്ങളെ വീട്ടിലെ ഉപകരണത്തിലേക്ക് ആ ഒരു മീറ്റർ ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളെ ചോദ്യം. ഇത് സാധാരണ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കിട്ടിയ കുട്ടികൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, സാർ ഇതിൻ്റെ ഇക്വേഷൻ കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു P×T/1000. ഇങ്ങനെ ഒരു ഇക്വേഷനൊക്കെ ഇങ്ങനെ പഠിച്ചേക്കും അല്ലേ. അപ്പോൾ ഒരു ഫാനിൻ്റെ പവർ ഈസ് ഈക്വൽ ടു 60 വാട്ട്. അങ്ങനെയെങ്കിൽ 460 വാട്ട് പവർ ഓഫ് ഫാൻ അല്ലേ. 60 വാട്ടിൻ്റെ ഫാനിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 4×60. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ഉപയോഗിക്കുന്ന ഊർജ്ജം കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു P×T/1000. എന്നിട്ട് അതിനകത്ത് സംഖ്യകളൊക്കെ കൊടുത്തിട്ട് ആദ്യത്തെ ഒരു ആൻസർ കണ്ടെത്തി. എന്നിട്ട് ഇനി അതേപോലെ CFLൻ്റെയും കാണും, അതേപോലെ തന്നെ TVൻ്റെയും കാണും. എന്നിട്ട് ഒക്കെ പടം ആഡ് ചെയ്യലേത്. അതിന് പകരം ഒരു ഈസി മെത്തേഡ് ഞാൻ പറയാം, ശ്രദ്ധിച്ചോളും. ഇതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈസി മെത്തേഡ്. തെറ്റാനൊന്നും ചാൻസ് ഇല്ല. നോക്കിയോളൂ, ഇങ്ങനെ ഒരു ടേബിൾ ആക്കാം. ഒരു ടേബിൾ ആക്കുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ കോളത്തിൽ ഡിവൈസ്, ഉപകരണം. ആദ്യത്തെ കോളത്തിൽ എന്ത് ഉപയോഗിക്കുന്നു, ഒരു ഉപകരണം എടുത്ത് വിചാരിക്കാം. രണ്ടാമത്തെ കോളത്തിൽ അതിൻ്റെ പവർ എത്രയെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ഉപകരണങ്ങൾ നമുക്കറിയാം, ഏതൊക്കെ ഉപകരണങ്ങൾ, CFL തന്നിട്ടുണ്ട്, ഫാന് തന്നിട്ടുണ്ട്, TV തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതി വെച്ചു. എന്നിട്ട് അതിൻ്റെ പവർ എത്ര, അത് എത്ര എണ്ണം തന്നിട്ടുണ്ട്, എത്ര ടൈമാണത് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെ എഴുതാനുള്ളൂ. അപ്പോൾ നോക്കിക്കോളും, നമുക്ക് ക്വസ്റ്റ്യനകത്ത് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്, 20 വാട്ടിൻ്റെ CFL. അപ്പോൾ എത്ര വാട്ടാണ്, 20 വാട്ടിൻ്റെ CFL. അപ്പോൾ ഞാൻ അവിടെ 20 എന്ന് കൊടുത്തു. ഇനി 60 വാട്ടിൻ്റെ ഫാനാണ്, 100 വാട്ടിൻ്റെ TV ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആദ്യത്തെ കോളത്തിൽ ഒരു കോളാക്കി വെച്ചു. എന്താണ്, പവർ എന്ന് പറഞ്ഞാൽ 20 വാട്ട് CFL, ഫാൻ 60 വാട്ടാണ്, TV 100 വാട്ട്. ഇങ്ങനെ എഴുതാൻ ആർക്കും വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോടാ? നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈസി അല്ലേ? ഓക്കെ കൂടി. അങ്ങനെ ഇനി എത്ര CFL തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിലേക്ക് നോക്കി. ഇവിടെ എത്ര CFL, 5 CFL, ഫാനോ 4 എണ്ണം, TV 1. അപ്പോൾ അത് എഴുതിയേക്ക്, അത്രേ ഉള്ളൂ. അപ്പോൾ നോക്കുക, 5 CFL, 4 ഫാന്, 1 TV എഴുതി വെച്ചു. സിമ്പിൾ അല്ലേ? ഇനി എത്ര ടൈമാണത് വർക്ക് ചെയ്യുന്നത് നോക്കുക. ഇവിടെ നോക്കുക, ഇവിടെ എത്രയാണ്, 4 മണിക്കൂറാണ് CFL വർക്ക് ചെയ്യുന്നത്.
TV അതേപോലെ തന്നെ 4 മണിക്കൂർ 5 മണിക്കൂർ ഫാൻ വർക്ക് ചെയ്യുന്നു. അപ്പോൾ CFL എത്ര 4 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ 4 എന്ന് കൊടുത്തു അല്ലേ? ക്വസ്റ്റ്യനകത്തുണ്ട്. അല്ല CFL 4 ആണോ? CFL എത്ര ടൈം വർക്ക് ചെയ്യുന്നത്? 4 അവർ അല്ലേ? CFL എത്ര ടൈം വർക്ക് ചെയ്യുന്നത്? 4 അവർ. അപ്പോൾ 4 എന്ന് കൊടുത്തു. കറക്റ്റാണ്. നിങ്ങൾ എന്നെ തെറ്റിപ്പിക്കൽ. ഇനി ഫാൻ എത്ര ടൈം വർക്ക് ചെയ്യുന്നത്? ഫാൻ എത്രയാണ്? 5 മണിക്കൂറാണ് ഫാൻ. അപ്പം 5 മണിക്കൂർ. TV 4 മണിക്കൂർ. ഇങ്ങനെ എഴുതി. മക്കളിപ്പം ഞാൻ എന്താ ചെയ്ത്, ഒരു ടേബിളിനകത്ത് ആദ്യത്തെ കോളത്തിൽ ഉപകരണം, രണ്ടാമത്തെ കോളത്തിൽ അതിൻ്റെ പവർ, മൂന്നാമത്തെ കോളത്തിൽ എത്ര എണ്ണം, നാലാമത്തെ കോളത്തിൽ എത്ര ടൈം, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഈസിയായി. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടറിയോ? കാണുന്ന ചുമ്പിയുടെ ഗുണിച്ചോളും. ഇതാ 20 × 5 × 4 അത് ഇവിടെ ഗുണിക്കുക. എന്നിട്ട് 1000 കൊണ്ട് താഴെ 1000 എന്ന് എഴുതി കൊടുക്കുക, ഹരിക്കുക. അത്രേ ഉള്ളൂ. 60 × 4 × 5 /1000 അല്ലേ? 100 × 1 × 4 /1000. അതാണ് നമ്മൾ ലാസ്റ്റ് കോളത്തിൽ ചെയ്യാൻ പോകണം. അപ്പം ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി കുറേ കഴിഞ്ഞിട്ട് മാഷേ അത് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കാൻ നിൽക്കരുത്. ശ്രദ്ധിച്ചോളൂ. എത്രയാണ്? ഇവിടെയുള്ള നേരിട്ട് ഗുണിക്കുക. നേരെ ഇൻറ്റു ചെയ്യുന്നു. 20 × 5 × 4 /1000. അടുത്ത കോളത്തിൽ എന്ത് ചെയ്താം? 60 × 4 × 5 /1000 1000. അടുത്ത കോളത്തിൽ 100 × 1 × 4 /1000. ഇപ്പം ഞാൻ എന്താ ചെയ്തത്? ആ ഒരു റോ, ആ ഒരു നിരയിലുള്ള കംപ്ലീറ്റ് ആയിട്ട് ഗുണിച്ചു. ഇതാ ഇങ്ങനെ നേരിട്ട് ഗുണിച്ചു. 1000 താഴെ എഴുതി അല്ലേ? ഇത് നേരിട്ട് ഗുണിച്ചു /1000. നേരിട്ട് ഗുണിച്ചു /1000. ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തുകൂടെ? ഞാൻ ഒന്ന് കളറൊന്ന് മാറ്റി പിടിക്കട്ടതാ. ഒരു യെല്ലോ കളർ എടുക്കാം. ഇനി ശ്രദ്ധിച്ചോളൂ. ഇവിടെ നോക്കിക്കോട്ടെ. ഈ = എല്ലാതും ഞാൻ ഇവിടെ എഴുതിയൊക്കെയാണ്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. നോക്കിക്കോളൂ. 4 20 20 × 20 പറഞ്ഞാൽ 400 അല്ലേ? ഗുണിക്കലൊക്കെ നിങ്ങൾക്ക് ഈസിയാണ്. നിങ്ങൾ അതിനൊക്കെ ഉഷാറാണ്. കാരണം ഇനി മാത്സിൻ്റെ എക്സാമാണ് വരുന്നത്. ഇനി താഴത്ത് നോക്കി. ഇവിടെ എത്രയാണ്? 60 × 4 × 5 4 20. 5 ഗുണിക്കണം 4 ഗുണിക്കണം 5 എന്ന് പറഞ്ഞാൽ 4 × 5 പറഞ്ഞാൽ 20 എന്ന് കിട്ടി. അപ്പോൾ 20 × 60 6 2 12 2 0 ചേർക്കുക. അപ്പോൾ എത്ര കിട്ടി? 1200. ഇവിടെ ഞാൻ 1200 /1000. താഴത്ത് എത്രയാണ്? നിങ്ങളൊന്ന് പറഞ്ഞ കേട്ടോ. എന്താണ്? 4 × 1 × 100. എല്ലാവർക്കും അറിയാം എത്രയാണ്? 400 /1000. ഇനി എന്ത് ചെയ്യുക? വീണ്ടും ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ ഇതാ ഇവിടെ നോക്കിക്കോളൂ. ഇതാ ഈ 2 0 ഈ 2 0 വെട്ടിക്കളഞ്ഞു അല്ലേ? ഇതിനകത്തുള്ള ഇതാ നമുക്കൊന്ന് വെട്ടിക്കളയതാ. ഈ 2 0 ഈ 2 0 ക്യാൻസൽ ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? ഇവിടെ 4/10 4/10 എന്ന് പറഞ്ഞാൽ 0.4 എന്ന് കിട്ടി. 4/10 പറഞ്ഞാൽ എത്ര കിട്ടി? 0.4. അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കൂ. 1200 /1000 എന്നാണ്. ഈ 2 0 ഈ 2 0 വെട്ടി. അപ്പോൾ 12/10 എന്ന് പറഞ്ഞാൽ 1.2. ശ്രദ്ധിക്കണം എങ്ങനെ കിട്ടിയെന്ന് കൺഫ്യൂഷൻ ആയിരുന്നത്. അങ്ങോട്ട് നോക്കിയാൽ ഈ 2 0 ഈ 2 0 വെട്ടി. അപ്പോൾ 12/10 അല്ലേ? 12/10 ആണ് വന്നത്. അപ്പോൾ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടു. അപ്പോൾ 1.2 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ അടുത്ത എത്ര കിട്ടിയത്? അടുത്ത എത്ര കിട്ടിയ മക്കളെ നോക്കിക്കോ. 400 ഈ 2 0 ഈ 2 0 4/10 പറഞ്ഞാൽ നമുക്ക് കിട്ടി 0.4. അങ്ങനെയെങ്കിൽ ടോട്ടൽ യൂണിറ്റ് ആകെ ഊർജം ഇവിടെ എന്ത് ചെയ്യുക? ആകെ ഊർജം എന്ന് പറഞ്ഞാൽ നമുക്കിതൊക്കെ കൂട്ടിയാൽ മതി. എത്ര കിട്ടി? കൂട്ടിക്കഴിഞ്ഞാൽ 4 6 10 അല്ലേ? 10 0 ബാക്കി 1 1 1 2. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 2.0. അതായത് 2 യൂണിറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്താൽ 2 kWh. എങ്ങനെ എഴുതാം? ഇത്ര ഉള്ളൂ മക്കൾ. ഈ പ്രോബ്ലം ചെയ്ത മനസ്സിലായോ? എടാ മക്കൾ എല്ലാവരും ശ്രദ്ധിച്ച് എന്താ ചെയ്ത്? നമ്മൾ ഒരു ടേബിൾ ഉണ്ടാക്കി. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ച്. എൻ്റെ 10ാം ക്ലാസ്സുകാർ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നത് സിമ്പിളാണ്. 4 മാർക്കിൻ്റെ ഒരു പ്രോബ്ലമാണ് ഈ വരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? തെറ്റിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ ഉണ്ടാക്കി. ആ ടേബിളിൽ ആദ്യത്തെ കോളത്തിൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞെല്ലാവരും കേൾക്കട്ടെ. എന്താണ്? ആദ്യത്തെ കോളത്തിൽ ഉപകരണം ഡിവൈസ്, രണ്ടാമത്തെ കോളത്തിൽ പവർ എഴുതി, മൂന്നാമത്തെ കോളത്തിൽ നമ്പർ എഴുതി, എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്. ഇനി നാലാമത്തെ കോളത്തിൽ ടൈം എഴുതി. കണ്ടില്ലേ? അപ്പോൾ നോക്കുക. CFL 20 എണ്ണമാണ്. 5 എണ്ണം തന്നിട്ടുണ്ട്. 20 വാട്ടിൻ്റെ 5 എണ്ണം 4 മണിക്കൂർ വർക്ക് ചെയ്തു. ഇത് നേരിട്ട് ഗുണിച്ചു /1000. ഇതും നേരെ ഗുണിച്ചു /1000. അപ്പോൾ പരീക്ഷയ്ക്ക് ഇനി നിങ്ങൾക്ക് ഇതേപോലെ മക്കളെ പരീക്ഷയ്ക്ക് ഇതേപോലെ ഒരു വീട്ടിൽ എത്ര ഉപകരണങ്ങളുണ്ടോ അതൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചാൽ മതി. എന്നിട്ട് നേരെ ഗുണിക്കുക 1000 കൊണ്ടിരിക്കുക. എന്നിട്ട് ടോട്ടൽ യൂണിറ്റ് ആകെ ഊർജ്ജം എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെയുള്ള ഈ 0.4 ഈ 0.2 0.4 ഇത് നേരെ ഇവിടെ കൂട്ടിയാൽ മതി. 4 2 6 6 4 10. അപ്പോൾ ഒരു 0 കൊടുത്തു. ബാക്കി 1. ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ ആ 1 1 അപ്പോൾ 2.0. അതായത് ആൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം?
2 കിലോ വാട്ട് ഹവർ എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 യൂണിറ്റ് എന്ന് എഴുതാം. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം, അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത്ര ഉള്ള ഒരു പ്രോബ്ലം ചെയ്യാനാണ്, സിമ്പിളാണല്ലോ. അങ്ങനെയെങ്കിൽ ഇനി ഇതാ അടുത്തൊരു പ്രോബ്ലം ഇതാ നോക്കിക്കോളൂ. പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണ്. ഇതാ ഈ ചിത്രത്തിലേക്ക് നോക്കാം. ഇവിടെ ഒരു ഉപകരണം തന്നിട്ടുണ്ട്, എന്നിട്ട് ആ ഉപകരണത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെയെന്നുള്ളത് നമുക്ക് ചെയ്യണം. അപ്പോൾ എന്താണ്, റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് ഡിവൈസ്. ഇവിടെ ഈ ഉപകരണത്തിൻ്റെ പേര് എഴുതാൻ പറഞ്ഞു. അത് എല്ലാവർക്കും അറിയാം. എന്താ ഈ ഉപകരണത്തിൻ്റെ പേരെന്താണ്? കിലോ വാട്ട് ഹവർ അല്ലേ? അതായത് കിലോ വാട്ട് അവർ മീറ്റർ. എന്താ പറയുക? കിലോ വാട്ട് അവർ മീറ്റർ, അല്ലെങ്കിൽ വാട്ട് അവർ മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക? വാട്ട് അവർ മീറ്റർ. ഇനി അതല്ല നിങ്ങൾ മീറ്റർ ബോർഡ് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ നമുക്കിതിന് എന്താ പറയുക? വാട്ട് ഹവർ മീറ്റർ അല്ലേ? അത് രേഖപ്പെടുത്തുന്നത് കിലോ വാട്ട് അവറിലാണ്, നമുക്കറിയാം. അപ്പോൾ കിലോ വാട്ട് അവർ മീറ്റർ ബോർഡ്, അല്ലെങ്കിൽ മീറ്റർ ബോർഡ്, അല്ലെങ്കിൽ വാട്ട് അവർ മീറ്റർ എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് മാർക്ക് കിട്ടും. രണ്ടാമത്തെ ചോദ്യം എന്താ തന്നിട്ടുള്ളത്? ഇൻ എ ഹൗസ് 5 LED അല്ലേ? 5 LED തന്നിട്ടുണ്ട്. 20 വാട്ടാണ് അതിൻ്റെ പവർ. വർക്ക്സ് 5 ഹവർ, 5 മണിക്കൂർ അത് വർക്ക് ചെയ്യുന്നു. ഇനി 1 ലാപ്ടോപ്പ് 50 വാട്ടാണ്, അതെന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നത് 2 ഹവറാണ്. അങ്ങനെ കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക്കൽ എനർജി കൺസപ്ഷൻ എന്താണ് ഇൻ 1 മന്ത്, ഒരു മാസം കൊണ്ട്. അപ്പോൾ നമ്മൾ ഇത് പരീക്ഷയ്ക്ക് ഒരു തവണ വന്ന ചോദ്യം, അതുകൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. ഈ ഉപകരണത്തിൻ്റെ പേര് എഴുതാൻ പറഞ്ഞാൽ മീറ്റർ ബോർഡ്, അല്ലെങ്കിൽ മീറ്റർ വാട്ട് അവർ മീറ്റർ എന്ന് എഴുതിയേക്കാം. ഓക്കെ. ഇനി വീട്ടിൽ എന്ത് തന്നിട്ടുണ്ട്? 20 വാട്ടിൻ്റെ 5 LED ലാമ്പുകൾ 5 മണിക്കൂർ വീതവും, ഇനി 50 വാട്ടിൻ്റെ ഒരു ലാപ്ടോപ്പ് 2 മണിക്കൂർ വീതവും പ്രവർത്തിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു മാസത്തെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ നേരത്തെ നമ്മൾ ചെയ്ത് ഒരു യൂണിറ്റ് ഊർജ്ജം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ദിവസത്തെ യൂണിറ്റാണ് കണ്ട്. ഇനി ഒരു മാസത്തെ വൈദ്യോർജ്ജം ഇതിനകത്ത് എത്ര രേഖപ്പെടുത്തും എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അത് എല്ലാവർക്കും കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആ ചോദ്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ടേബിൾ ഉണ്ടാക്കുകയാണ്. ഈ ടേബിളിനകത്ത് നിങ്ങൾക്ക് എന്നെ പറയാൻ പറ്റും. എൻ്റെ ഒപ്പം ഒന്ന് പറയണേ, എന്തൊക്കെയാണ് തന്നിട്ടുള്ള? ഉപകരണം, ഡിവൈസ് ഉപകരണം. രണ്ടാമത്തെ കോളത്തിൽ പവർ, മൂന്നാമത്തെ കോളത്തിൽ എത്ര എണ്ണം, പിന്നത്തെ കോളത്തിൽ ടി, പിന്നെ അവസാനം എനർജി. ഇതാണല്ലോ നമ്മൾ ടേബിൾ. ഇനി 2 ഉപകരണങ്ങൾ നമുക്ക് തന്നിട്ടുള്ളൂ. ഏതാണ്? ഒന്ന് എന്ന് പറഞ്ഞാൽ LED, ഒന്ന് LED. അടുത്ത ഏതാണ് നമുക്കുള്ളത്? ലാപ്ടോപ്പ്. ഞാൻ ഇപ്പോൾ ലാപ്പ് എഴുതി വെക്കുക, ലാപ്ടോപ്പ്. ഇനി LED പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടായിരുന്നു എത്രയാണ്? 20 വാട്ട് അല്ലേ? LED എത്രയാണ്? 20 വാട്ട് തന്നിട്ടുണ്ട്. ഇനി ലാപ്ടോപ്പിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 50 വാട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി LED നമുക്ക് 5 എണ്ണം തന്നിട്ടുണ്ട്. ഇനി അതുപോലത്തെ ലാപ്ടോപ്പ് ആകെ 1 തന്നിട്ടുള്ളൂ ചോദ്യത്തിനകത്ത്. ഇനി അടുത്ത് LED എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര? 5 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. ലാപ്ടോപ്പ് 2 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. ഇതാണ് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത്. ഇതാ ഞാൻ എന്ത് ചെയ്തു? ജസ്റ്റ് ഈ ക്വസ്റ്റനിൽ തന്ന കാര്യങ്ങൾ എഴുതിയതാണ്. നേരത്തെ പറഞ്ഞ പോലെ ടേബിളാക്കി എഴുതി. അങ്ങനെ ടേബിളാക്കി എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ടേബിളിനകത്ത് നമ്മൾ ഒക്കെ എന്ത് ചെയ്തു? ഫില്ല് ചെയ്തു. ഇനി അവസാനത്തെ കൂടത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് എനിക്ക് ഒന്ന് പറഞ്ഞത്. എങ്ങനെ ചെയ്യാം? നേരെ ഗുണിക്കുക, 1000 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നോക്ക്, ഇവിടെ 20 × 5 × 5/1000. ഇവിടെ എന്ത് വരും? 50 × 1 × 2/1000. നേരെ ഗുണിച്ച് എഴുതിയാൽ ഇവിടെ നോക്കുക എന്ത് ചെയ്താ? ഇതാ 5 × 25, 5 × 5 ആണ് 25, 25 × 20 എന്ന് പറഞ്ഞാൽ 25 2 കൊണ്ട് വെച്ചാൽ 50 എന്ന് കിട്ടും. അപ്പോൾ ഒരു 0 500. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 500 എന്ന് കിട്ടും. ഇവിടെ എത്ര കിട്ടി? 500/1000. ഇനി ഇവിടെ എത്ര വരും? ഇവിടെ 2 × 1 എന്ന് പറഞ്ഞാൽ 2 × 1 എന്ന് പറഞ്ഞാൽ 2 തന്നെ. 2 × 50 പറഞ്ഞാൽ 100 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് = എത്ര? 100/1000. ഈ 2 0, ഈ 2 0, ഈ 2 0, ഈ 2 0. 5 ഇവിടെ 5/10 വരും, അതായത് 0.5 എന്ന് വരും. ഇവിടെ 1/10 എന്ന് പറഞ്ഞാൽ 0.1 വരും. എത്ര കിട്ടി? 0.1 വരും. അപ്പോൾ 0.5ഉം 0.1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ യൂണിറ്റ് നമുക്ക് എത്ര കിട്ടി? ടോട്ടൽ യൂണിറ്റ് ഇവിടെ തന്നെ എഴുതി വെച്ചു. എത്ര യൂണിറ്റ് കിട്ടിയ? 0.6. ടോട്ടൽ യൂണിറ്റ് എത്ര കിട്ടി? 0.6. അങ്ങനെ ഒരു മാസത്തേക്കുള്ള എനർജി കാണാൻ പറഞ്ഞാൽ അല്ലേ, എനർജി കൺസ്യൂംഡ് ഇൻ 1 മന്ത് എന്ന് പറഞ്ഞാൽ = ഈ 0.6നെ 30 കൊണ്ട് ഗുണിച്ച ഒരു മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് 30 ആയിട്ട് എടുക്കാം, 30 ദിവസമായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 0.6 × 30. ഇത് സുഖമാണ്. 6നെ 30 കൊണ്ട് ഗുണിച്ച് വെക്കുക. 3 18, 180. ഒരു സ്ഥാനം മാറ്റി കുത്തുക. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 18 യൂണിറ്റ്. ഇങ്ങനെ മനസ്സിലായോ എന്താ ചെയ്തത്? ഒന്നുമില്ലതാ. ഈ 30നെ 0.6 കൊണ്ടാണ് ഗുണിക്കേണ്ടത്, പകരം 6നെ കൊണ്ട് ഗുണിച്ച് വയ്ക്കുക. അപ്പോൾ 3 18, 180. 0.6 ആകുമ്പോൾ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടു. അപ്പോൾ നമുക്ക് 18 യൂണിറ്റ്.
മക്കളെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം മനസ്സിലായോ മക്കളെ? അപ്പോൾ ഇങ്ങനത്തെ ഒരു ടേബിൾ വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്യാൻ പഠിച്ചാൽ ഒറ്റ തവണ നിങ്ങൾ ഇത് ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനൊക്കെ തോന്നിയായിരിക്കാം. പക്ഷെ നിങ്ങളിത് ഒരൊറ്റ കേട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു ടേബിളൊക്കെ വരച്ചിട്ട് ഒരു തവണ നിങ്ങൾ ചെയ്ത് നോക്കൂ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും മക്കളെ. അപ്പോൾ വരാനിരിക്കുന്ന 4 മാർക്കിൻ്റെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ മാത്സിൻ്റെ എക്സാം പഠിക്കുന്നതിൻ്റെ ഇടയിൽ മനസ്സൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒറ്റ തവണ കേട്ട് നോക്കുക. നിർബന്ധമായിട്ടത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് അടിപൊളിയാട്ടെ മക്കളെ. അതോടൊപ്പം തന്നെ നിങ്ങളിത് കേട്ട് കഴിഞ്ഞാൽ ഇത് ചെയ്ത് ഒറ്റ തവണ ചെയ്ത് നോക്കണം. എന്നിട്ട് ബുദ്ധിമുട്ടാണോ ഈസിയാണോ എന്നുള്ള ഈ വീഡിയോൻ്റെ താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിനകത്ത് നിങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ ആരും മടി കാണിക്കരുത്, മറക്കരുത്. അപ്പോൾ ഒറ്റ തവണ ഒന്ന് ചെയ്ത് നോക്കണം. അല്ലാതെ ഇതൊരു ഒറ്റ തവണ കേട്ടിട്ട് സാറേ ഇത് ബുദ്ധിമുട്ടാണെന്ന് പറയരുത്. പകരം ഒരു തവണ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ. ഇത്രേ ഉള്ളൂ. ടേബിളിനകത്ത് എന്തൊക്കെയാണ് ഉപകരണം, ഡിവൈസ്, അതിൻ്റെ പവർ, പിന്നെ എത്ര എണ്ണം, നമ്പർ, പിന്നെ എത്ര ടൈം, പിന്നെ അവസാനത്തെ കോളത്തിൽ എന്ത് ചെയ്താൽ മതി, എനർജി കൺസ്യൂംഡ് ഇൻ കിലോ വാട്ട്. ഓർന്ന് എനർജി, ഊർജ്ജം, യൂണിറ്റ് എന്ന് എഴുതി വെച്ചാൽ മതി. നിങ്ങൾക്ക് ഏതാണ് ഈസി? നേരെ ഗുണിക്കുക 1000 കൊണ്ടിരിക്കുക, നേരെ ഗുണിക്കുക 1000 കൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഈസി ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് അടിപൊളിയാക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഇനിയും ഇതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട, അതൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സും കണ്ടന്റ് വീഡിയോ ഒക്കെ ആയിട്ട് വരും. അപ്പോൾ മക്കളിത് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇനി ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള ഏരിയ ഉണ്ടെങ്കിൽ അതിന് താഴെ ഭാഗത്ത് കമൻറ്റ് ബോക്സിനായി രേഖപ്പെടുത്തുക. അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ കണ്ടന്റ് വീഡിയോകളും ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഉഷാറായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കേടാ.